രചന അവതരണം സുഗി സുരേഷ്. ഇത് ഈ ഒരു സ്റ്റോറിയുടെ രണ്ടാം ഭാഗമാണ്. ആദ്യ ഭാഗം കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കേൾക്കാൻ ശ്രമിക്കുക. അയാളുടെ നെഞ്ചിൽ നിന്നും തലയുയർത്തി നോക്കുമ്പോൾ മനോഹരമായൊരു പുഞ്ചിരി ഞാൻ കണ്ടു. പക്ഷേ അപ്പോഴേക്കും എൻ്റെ മനസ്സ് മറ്റെന്തോ ഒരു ചിന്ത മനസ്സിൽ കടന്നുകൂടി. ആദ്യ വിവാഹവും അഭിഷേകിൻ്റെ ഓർമ്മകളും. ഞാൻ മുഖമൊന്നുയർത്തി അയാളോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് കുറച്ച് സമയം തരണം നിങ്ങളോടെടുക്കാൻ. ആ ഒരു നിമിഷം ഒന്നും തിരിച്ചു പറയാതെ എൻ്റെ തലയിലൊന്ന് തലോടിയ ശേഷം ഒരു പുഞ്ചിരിയുമായിട്ട് അയാൾ പുറത്തേക്കിറങ്ങി. ഞാൻ തിരികെ വന്ന് മൂടിപ്പതച്ച് കിടന്നു. ഒരു അല്പസമയം കഴിഞ്ഞപ്പോൾ റൂമിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കിയതും എനിക്ക് കഴിക്കാനുള്ള ടാബ്ലറ്റ്സുമായി അയാൾ എൻ്റെ അരികിൽ വന്നിരുന്നു. കീർത്തന, വാ എഴുന്നേക്ക്, ഈ ടാബ്ലറ്റ്സ് കഴിച്ചിട്ട് കിടക്ക്. ഞാൻ ആ ഒരു നിമിഷം ഒരു കുഞ്ഞിനെ പോലെ എഴുന്നേറ്റു. അയാൾ എന്നെ അതേപോലെ തന്നെ ഒരു കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത് എങ്ങനെയാണോ, ശേഷം എനിക്ക് കഴിക്കാനുള്ള ടാബ്ലറ്റ്സും വെള്ളവും എടുത്തു തന്നു. അയാൾ എഴുന്നേറ്റ് പോകാൻ നേരം ഞാൻ അയാളെ തടഞ്ഞു. കുറച്ചു നേരം എൻ്റെ അടുക്കലിരിക്കുമോ? അയാൾ എൻ്റെ അടുക്കലിരിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ചൂട് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അമ്മയുടെ അടുത്തൊരു ഇളം കുഞ്ഞ് ചേർന്നിരിക്കുന്ന പോലെ പതുക്കെ പതുക്കെ ഞാൻ എൻ്റെ തല അയാളുടെ മടിയിലേക്ക് വെച്ചു. ഞാൻ ഇത്രയും ദിവസം അങ്ങനെയൊക്കെ കാണിച്ചിട്ടും ഒരു പിണക്കമോ ദേഷ്യമോ ഒന്നുമില്ലാതെ എന്നെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നൊരു മനുഷ്യൻ. ഞാൻ മടിയിൽ കിടക്കുമ്പോൾ അയാൾ എൻ്റെ തലമുടികൾക്കിടയിൽ കൂടി വിരലുകൾ ചലിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മെല്ലെ മെല്ലെ ഉറങ്ങാൻ തുടങ്ങി. ആ ഒരു നിമിഷം ഉറക്കത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ വീണു തുടങ്ങിയിരുന്നു. ഇപ്പോൾ എനിക്ക് തന്നെ തോന്നുന്നുണ്ട്, എല്ലാ ആണുങ്ങളും ഒരുപോലെയല്ല. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പല രീതിയിൽ വ്യത്യസ്തമാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അതായിരുന്നു എൻ്റെ ആദ്യ വിവാഹവും അഭിഷേകും. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ എന്നിലേക്ക് വീഴാൻ നിൽക്കുന്ന പോലെ അയാൾ ഇരുന്ന് ഉറക്കം തൂങ്ങിയായിരുന്നു. സമയം അപ്പോഴേക്കും 9 മണിയായിരുന്നു. അയ്യോ, ഇത്രയും സമയം ഇയാൾ ഇങ്ങനെ ഇരിക്കുമായിരുന്നോ? കാല് കഴിച്ചു കാണില്ലേ എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ച് എഴുന്നേറ്റു. പനി നന്നായി കുറഞ്ഞിട്ടുണ്ട്. ഏട്ടാ, എഴുന്നേക്കുന്നില്ലേ? എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്ക്. രാവിലെ മുതൽ എനിക്ക് വേണ്ടി കിടന്ന് ഓടിയതല്ലേ? ആ ഒരു നിമിഷം അയാൾ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ചോദിച്ചു, എങ്ങനെയുണ്ട് പനി? താൻ ഓക്കെ ആയോ? ഇപ്പൊ കുഴപ്പമില്ല, ഓക്കെ ആയിട്ട് വരുന്നു. പെട്ടെന്ന് അയാൾ എൻ്റെ നെറ്റിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ ചൂട് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ തണുപ്പ് മതിയല്ലോ ഏതൊരാളിൻ്റെയും അസുഖം പൂർണ്ണമായിട്ട് മാറാൻ. അത് പറഞ്ഞ് പുഞ്ചിരിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ രണ്ടുപേർക്കും കഴിക്കാനുള്ള ഞാൻ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാൾ കിച്ചണിലേക്ക് വന്നു. നാളെ അമ്മ വരും കേട്ടോ, വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കപ്പോൾ ചെറിയൊരു സങ്കടം പോലെ തോന്നി. ഒരുപക്ഷെ ഇനി അമ്മ വരുമ്പോൾ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം കുറഞ്ഞു പോകുന്നൊരു പേടി. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ അയാളെ കൂടെ കൂടെ നോക്കുന്നുണ്ടായിരുന്നു. എന്താ നോക്കുന്നേ? കഴിക്കുന്നില്ലേ? എനിക്കെന്തോ വിശപ്പ് തോന്നുന്നില്ല. അങ്ങനെ വിശപ്പ് നോക്കി കഴിക്കണ്ട. നാളെ എഴുന്നേറ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചേ പറ്റൂ. ഞാൻ ഒരു ചപ്പാത്തി കറിയും ചേർത്ത് കഴിക്കാൻ നോക്കി. പക്ഷെ ചപ്പാത്തിയും കറിയും പ്രണയത്തിലാകുന്ന കാണാനായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. ഒരു ചപ്പാത്തിയുടെ അറ്റം ചെറുതായി കയറി ഉള്ളിക്കറിയിൽ മുക്കിയെടുത്ത് അവർ രണ്ടുപേരെയും കൂട്ടിക്കലർത്തി പ്രണയത്തിലാക്കാൻ. ആ പ്രണയത്തിലായ രണ്ടുപേരെയും കുറച്ചു നേരം ഞാൻ താലോലിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ ഒരു നിമിഷം എനിക്ക് തോന്നിയത് പ്രണയത്തെ രുചിയായി പകർന്ന് അയാളുടെ വായിൽ വെച്ചു കൊടുക്കാനായിരുന്നു. ആദ്യം എനിക്ക് മടിയായിരുന്നുവെങ്കിലും ഞാൻ പതുക്കെ പതുക്കെ അയാളുടെ വായിൽ വെച്ചു കൊടുത്തു. ആ ഒരു നിമിഷം രണ്ടുപേരുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു. ആ ഒരു സന്തോഷത്തിൽ തലതാഴ്ത്തി രണ്ടുപേരും പാത്രത്തിൽ നോക്കി അങ്ങനെ ഇരുന്നു. ഇതെന്താ ഇപ്പം എനിക്ക് കഴിക്കാൻ തന്നത്, താനൊന്നും കഴിക്കാതെ? ഞാൻ കുറച്ച് മൗനമായി പറഞ്ഞു, ഏട്ടൻ രാവിലെ കഞ്ഞി കോരി തന്നത് ഞാൻ പറഞ്ഞിട്ടല്ലോ. ഇപ്പോൾ എനിക്കും അങ്ങനെ തോന്നി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അല്ല, എന്നെ ഇങ്ങനെ ഏട്ടാന്ന് വിളിക്കുന്നോട് ചോദിക്കുകയാണ്. ശരിക്കും എൻ്റെ പേര് തനിക്കറിയോ? ഉണ്ണി എന്നല്ലേ? അതെൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ്. ശരിക്കും എൻ്റെ പേര് കൃഷ്ണനുണ്ണി. വീട്ടിൽ ആരോ പറഞ്ഞ അറിവ് മാത്രമേ എനിക്കുള്ളൂ. ഞാൻ അവരോട് ആരോടും ഈ ഒരു കാര്യത്തെപ്പറ്റി ചോദിച്ചിട്ടില്ല. ഏട്ടന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. വിവാഹമോചനം കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുന്ന ഒരു പെണ്ണിൻ്റെ അടുത്ത് ചോദിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ജീവിതത്തിൽ ഇനി എത്ര ഉയരാൻ ശ്രമിച്ചാലും തളർത്താൻ ചുറ്റിനും ഒരുപാട് പേരുണ്ടാകും. അയാളത് കേട്ടതും ഒന്ന് ദീർഘശ്വാസം എടുത്ത് തൻ്റെ കഴിച്ചു കഴിഞ്ഞ പാത്രം കയ്യിലെടുത്ത് അടുക്കളയിലേക്ക് പോയി. കഴിച്ചു കഴിഞ്ഞിട്ട് വന്നോളൂ, ഞാൻ കിടക്കാൻ പോവുക. ഞാൻ കഴിച്ചു കഴിഞ്ഞ് മുറിയിലേക്ക് പോയി. അവിടേക്ക് ചെന്നപ്പോൾ തന്നെ അയാൾ കിടക്കുമായിരുന്നു. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ? ഓഫ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അയാൾ സൈഡിലേക്ക് തിരിഞ്ഞു കിടന്നു. അപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം തോന്നി. ചേടാ, എല്ലാ ദിവസവും ഞാനിങ്ങനെ ചെയ്യുമ്പോൾ അയാൾ കണ്ണു തുറന്ന് മേൽപോട്ട് നോക്കി കിടക്കാറാണല്ലോ. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിലേക്ക് കയറി കിടന്നു. എനിക്കെന്തോ തണുപ്പടിക്കുന്ന പോലെ തോന്നി. കട്ടിലിൽ കിടന്ന് പുതപ്പെടുത്ത് ശരീരം പൂർണ്ണമായി പുതച്ചു.
ഇത്തിരി വലിയ പതപ്പായതുകൊണ്ട് തന്നെ ഞാൻ അയാളോട് ചോദിച്ചു, പുതപ്പ് വേണോ? ഏയ് വേണ്ട, താൻ പൊതിച്ചോ. ഞാൻ പൊതിച്ചു മൂടി മേൽപോട്ട് ദിവാസ്വപ്നം കണ്ടങ്ങനെ കിടന്നു. പക്ഷേ ആ ഒരു സമയം എന്തോ എനിക്ക് തോന്നി, അയാളുടെ നെഞ്ചിൽ തലവെച്ച് കിടക്കണമെന്നൊരാഗ്രഹം. പക്ഷേ ആള് തിരിഞ്ഞു കിടക്കുമല്ലേ, ഞാനിനി അങ്ങോട്ട് ചെന്നാ എന്താ വിചാരിക്കുക? എന്തോ അസുഖം വരുമ്പോൾ ആരുടെയെങ്കിലും സംരക്ഷണം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കും. പനി വരുന്ന സമയങ്ങളിൽ ശരീരം തണുത്തു തുടങ്ങുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരാൾ കൂട്ടിനുണ്ടായിരുന്നെങ്കിൽ എന്ന് ഒന്ന് ചേർത്ത് പിടിക്കാൻ, പരസ്പരം ഒന്ന് ചേർന്ന് കിടക്കാൻ, എന്തോ വല്ലാത്തൊരു മോഹമാണത്. പെട്ടെന്ന് എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ കിടക്കുമ്പോൾ, എടോ താനിങ്ങനെ അതും ഇത് ആലോചിച്ചിങ്ങനെ കിടക്കാതെ ഉറങ്ങാൻ നോക്ക്, വെറുതെ ഇങ്ങനെ ഉറക്കൊഴിഞ്ഞ് കിടക്കണ്ട. അയാൾ പെട്ടെന്ന് തിരിഞ്ഞ് എന്നോട് പറഞ്ഞു. എന്തോ ഉറക്കം വരുന്നില്ല, ഉച്ചയ്ക്ക് ഒരുപാട് ഉറങ്ങിയോണ്ടാവും. ആ നിമിഷം അയാളുടെ കൈകൾ എൻ്റെ തലയിൽ മെല്ലെ മെല്ലെ വിരലോടിക്കാൻ തുടങ്ങി. അമ്മ കുഞ്ഞിലെ ഞാൻ ഉറങ്ങാതെ കിടക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉറക്കം വരും. എന്തോ ആ ഒരു നിമിഷം ഞാൻ ആഗ്രഹിച്ചതുപോലെ ആരോ ഒരാൾ എന്നെ ചേർത്ത് പിടിക്കുന്ന പോലെ ഞാൻ മെല്ലെ എൻ്റെ തല അയാളുടെ നെഞ്ചിലേക്ക് ചാരി വെച്ചു. ജീവിതത്തിൽ ഇതുവരെയും കിട്ടാത്തൊരു സ്നേഹം എനിക്ക് കിട്ടാൻ തുടങ്ങി. ലോകത്തിൽ ഭാര്യമാരെ ഇങ്ങനെയൊക്കെ സ്നേഹിക്കാനും ഒരാണിനെ കൊണ്ട് സാധിക്കുമോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പകലന്തിയോളം ഒരു ജോലിക്കാരിയായി രാത്രിയാകുമ്പോൾ കിടപ്പറയിലെ ശരീരസുഖത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഉപകരണം എന്ന പട്ടം മാത്രമായിരുന്നു എൻ്റെ ആദ്യ വിവാഹത്തിൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചത്. എൻ്റെ കൈവിരലുകൾ പതിയെ ഞാൻ അയാളുടെ തലമുടി ഇണകളിലേക്ക് മെല്ലെ തലോടാൻ തുടങ്ങി. എന്തോ പതിയെ പതിയെ ഞാൻ ഉറക്കത്തിലേക്ക് ആഴ്ന്നു വീഴാൻ തുടങ്ങിയിരിക്കുന്നു. എൻ്റെ കൈവിരലുകൾ അയാളുടെ നെറ്റിയിൽ സ്പർശിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. പിന്നീട് ഞാൻ എൻ്റെ കണ്ണുകൾ തുറക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ്. ഞാൻ പതുക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അമ്മയും മോനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഹാ മോളെ എഴുന്നേറ്റോ? പനി എങ്ങനെയുണ്ട്? ആ കുഴപ്പമില്ല അമ്മ. അമ്മ ഇപ്പോൾ വന്നു? ഞാൻ കുറച്ചു നേരമായി മോളെ. ഞാൻ വന്നപ്പോൾ നിങ്ങൾ നല്ല ഉറക്കമായിരുന്നു. മോൾക്ക് പനി മാറിയെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നിന്ന് പോയിട്ട് വാ. ഒരു സമയത്ത് ദൈവത്തെ പോലും വെറുക്കുന്ന ഒരു അവസ്ഥകൾ ജീവിതത്തിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ അമ്പലങ്ങൾ മറന്നു തുടങ്ങിയിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. ഇന്ന് എനിക്ക് ആ ദൈവത്തിനെ ഒന്ന് കാണണം, കൈകൂപ്പി ഒന്ന് തൊഴണം. ജീവിതത്തിൽ ഇത്രയും നാളത്തെ വേദനകൾക്കൊടുവിൽ ഒരു നല്ല ദിവസം തന്നതിന്. ഞാൻ അയാൾക്കൊപ്പം ചേർന്ന് അമ്പലത്തിനകത്തേക്ക് കയറുമ്പോൾ എന്തോ മനസ്സിനൊരു സന്തോഷമുണ്ടായിരുന്നു. മനസ്സ് നിറഞ്ഞ് ആ നടയിൽ നിന്നും തൊഴുതു. ആ ഒരു സമയത്തായിരുന്നു വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി അയാളെ നോക്കിച്ചിരിക്കുന്നു. അവൾ അയാൾക്കരികിലായി വന്നു. ഞങ്ങൾ രണ്ടുപേർക്കും ഒപ്പം. സുഖമാണോ? കുറെ കാലമല്ലോ കണ്ടിട്ട്. ഇതാരാ? ഇപ്പം അമ്പലത്തിലേക്കൊന്നും വരാറില്ല. ഇതെന്റെ ഭാര്യ കീർത്തന. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് അമ്പലത്തിലൊന്ന് തൊഴാനായിട്ട് ഇറങ്ങിയതാണ്. പെട്ടെന്ന് അവൾ ഒരു ദേഷ്യത്തോടെയും ചെറിയൊരു നിരുത്സാഹത്തോടെയും എന്നെ നോക്കിയൊന്ന് ചിരിച്ചു. എന്നിട്ടവൾ എൻ്റെ ദേഹത്തൊന്ന് തട്ടിയിട്ട് പറഞ്ഞു, കീർത്തന, യു ആർ എ ലക്കി പേഴ്സൺ. അവൾ പോയ ശേഷം ഞാൻ അയാളോട് കൗതുകത്തോടെ ചോദിച്ചു, ആരാത്? അതെൻ്റെ എക്സ് ആയിരുന്നു. ചില പ്രോബ്ലംസ് കൊണ്ട് ഞങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റിയില്ല. പിന്നെ ജീവിതം അങ്ങനെയാണല്ലോ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടില്ല. പെട്ടെന്ന് ആ വാക്കുകൾ എൻ്റെ നെഞ്ചിൽ തറച്ചു. എന്തോ ആ ഒരു നിമിഷം എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നി. ഞാനിനി അവരുടെ ലൈഫിലേക്ക് വലിഞ്ഞു കയറി വന്ന ഒരാളായിരിക്കുമോ? എൻ്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന പൊസസീവ്നെസ് പതുക്കെ ഉണർന്നു. അവൾ എന്നെക്കാളും സുന്ദരിയാണ്. ഒരുപക്ഷെ ഇനി എപ്പോഴെങ്കിലും അവർക്ക് ഒന്നിക്കണം എന്ന് തോന്നിയാൽ എന്നെ ഉപേക്ഷിക്കുമോ? ഞാൻ വീട്ടിൽ വന്നിട്ടും എനിക്കൊരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ മുറിയുടെ ഒരു മൂലയിൽ പോയിരുന്നു ഓരോന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഹേ, എന്താ ഇവിടെ ഇരിക്കുന്നേ? വാ, പുറത്ത് വാ, നല്ല കാറ്റുണ്ട്. വേണേ അവിടെ ഇരിക്കാം. എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ? എന്തു പറ്റി? അതെ, ഞാൻ നിങ്ങളുടെ ലൈഫിൽ വന്നു കയറിയത് ഒരു ബാധ്യതയായി തോന്നുന്നുണ്ടോ? എടോ, തനിക്ക് എന്തു പറ്റി? അമ്പലത്തിൽ നിന്ന് വന്നു കയറിയപ്പോൾ തൊട്ട് തുടങ്ങിയതാണല്ലോ ഈ ചിന്തകൾ. താൻ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂടണ്ട. അതൊക്കെ അന്നേ അവസാനിപ്പിച്ച കാര്യങ്ങളാണ്. പക്ഷേ അയാൾ ആ ഒരു നിമിഷം ആ ഒരു കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും എൻ്റെ കുറുമ്പും പൊസസീവ്നെസ്സും ഒന്നിച്ചു ചേർന്നപ്പോൾ ഞാൻ അയാളോട് പതിയെ കിന്നരിക്കാൻ തുടങ്ങി. അയാളുടെ ഷർട്ടിന്റെ ബട്ടൺസ് പിടിച്ച് ഒരു കുഞ്ഞു പൈതലിനെ പോലെ ഞാൻ കൊഞ്ചി കൊഞ്ചി പറയാൻ തുടങ്ങി. ആ ഒരു നിമിഷം അയാൾ എന്നെ അയാളുടെ നെഞ്ചിലേക്ക് മെല്ലെ അടുപ്പിച്ച ശേഷം എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചു. ഭൂതകാലത്തിന്റെ പല അനുഭവങ്ങൾ നമുക്ക് രണ്ടുപേർക്കും ഉണ്ടാകാം. എന്നാൽ അതെന്തായാലും മറന്നു കളഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ജീവിതം മാത്രം നോക്കി മുന്നോട്ട് പോകുക, അതല്ലേ നല്ലത്? അയാൾ അത് പറയുമ്പോഴും എൻ്റെ മൈൻഡിലെ ചിന്തകൾ അവസാനിച്ചിട്ടില്ലായിരുന്നു. എന്നാലും ആ ഒരു പെൺകുട്ടി എന്തിനാണ് യു ആർ എ ലക്കി പേഴ്സൺ എന്ന് പറഞ്ഞത്? അതെനിക്കറിയില്ല, താൻ അവളോട് തന്നെ ചോദിക്കേ. ഭർത്താവിന് മുൻപൊരു കാമുകിയുണ്ടെന്നറിയുമ്പോൾ നെഞ്ചൊന്നു പിടയും. അവൾ എന്നേക്കാൾ സുന്ദരിയാണെന്ന് കൂടി അറിഞ്ഞാൽ അതിൻ്റെ വേദന ഇരട്ടിയാകും.
ഞാൻ കണ്ണാടിയുടെ മുന്നിൽ അങ്ങനെ നിന്നു. എടോ, താനിങ്ങനെ ടെൻഷൻ അടിക്കാതെ. പിന്നെ താൻ എന്നെ മനസ്സിലാക്കി വരുന്നതല്ലേ ഉള്ളൂ. താൻ പറഞ്ഞതുപോലെ എത്ര സമയം വേണമെങ്കിലും എടുത്തോ. ഞാനൊരു പൊസസീവ്നെസ് മൂടി പറഞ്ഞു. ഏട്ടൻ അവരുമായിട്ട് ഇനി കൂടുതൽ സംസാരിക്കാനൊന്നും പോകണ്ട. ഹാ, അതൊക്കെ ഓക്കെ. പക്ഷെ താനല്ലേ എന്നോട് പറഞ്ഞത് എന്നോട് എടുക്കാൻ കുറെ സമയമൊക്കെ വേണം, ഒരുപാട് സമയം വേണം എന്നൊക്കെ. എന്നിട്ടിപ്പം പെട്ടെന്ന് അടുത്തല്ലോ. അത് നിങ്ങളല്ലേ എന്നെ പിടിച്ചടുപ്പിച്ചത്. ഞാനോ? ഞാനെന്ത് ചെയ്തു? ഒന്നും ചെയ്യണ്ട, അത് തന്നെ ധാരാളം. ദാമ്പത്യ ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന്, അവളെ നന്നായി കെയർ ചെയ്യുക; രണ്ട്, അവളെ അതേപോലെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുക. ഇത് രണ്ടും മനോഹരമായി തരുന്ന ഒരാളിൽ പെട്ടെന്ന് തന്നെ ഏതൊരു പെണ്ണും അടുത്തു പോകും. പക്ഷേ താൻ പതുക്കെ പതുക്കെ അടുക്കുന്നതായിരുന്നു എനിക്കിഷ്ടം. അതെന്താ, ഞാൻ പെട്ടെന്ന് അടുത്താൽ അതിൻ്റെ ഒരു ത്രില്ലങ്ങ് പോകില്ലേ? ഞാൻ കുറച്ചുകൂടി ചേർന്ന് നിന്നിട്ട്, ഓ, ത്രില്ലാണോ ഏട്ടന് വേണ്ടത്? ഞാൻ അയാളോട് ചേർന്ന് നിന്ന് ആ കണ്ണുകളിൽ കുറച്ചു നേരം നോക്കി. അതിലൊരു തിളക്കം ഉണ്ടായിരുന്നു. പുഞ്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ ചുണ്ടുകൾ പരസ്പരം അടുത്തിരുന്നു. പെട്ടെന്നായിരുന്നു അമ്മ വിളിച്ചത്. ഞങ്ങൾ രണ്ടുപേരും അവിടേക്ക് ചെന്നപ്പോൾ നല്ല കപ്പയും ബീഫും, കുറച്ച് കപ്പ ബിരിയാണി പോലെ എന്തോ ഉണ്ടാക്കിയിട്ടാണ് വിളിച്ചത്. ഞാനത് വാങ്ങിച്ചതും പുറത്ത് നല്ല മഴ പെയ്യാൻ തുടങ്ങി. മോളെ, നിങ്ങൾ പുറത്തു പോയിരുന്ന് കഴിക്കേ, അവിടെയാക്കുമ്പോൾ ഇരുന്ന് കഴിക്കാൻ നല്ല സുഖമാണ്. മുകളിലത്തെ ബാൽക്കണിയിൽ ഞങ്ങൾ പരസ്പരം ഒരുമിച്ചിരുന്നു. നല്ല കപ്പ കുഴച്ചത് ഞാനൊരു സ്പൂണിലെടുത്തിട്ട് ഏട്ടൻ്റെ വായിൽ വെച്ചു കൊടുത്തു. മഴ പെയ്യുന്നത് നോക്കി ഒരു സ്പൂൺ ഞാൻ കഴിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഫീൽ ഉണ്ടായിരുന്നു. പുറത്തെങ്ങും മഴയുടെ ശബ്ദം, തൊട്ടടുത്ത് വീടുകളൊന്നും തന്നെയില്ല. ഞാൻ തണുപ്പ് ആസ്വദിച്ച് ഓരോ സ്പൂൺ കപ്പയും എടുത്ത് കഴിച്ച് ഏട്ടനോടൊപ്പം ചേർന്നിരിക്കാൻ ഒരു പ്രത്യേക ഫീലായിരുന്നു. അതെ, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് യാത്ര പോയാലോ? കല്യാണം കഴിഞ്ഞ് നമ്മൾ എവിടെയൊന്നും പോയിട്ടില്ലല്ലോ. എന്തോ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. എനിക്കെപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുന്നതായിരുന്നു ഇഷ്ടം. മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്തി അങ്ങനെ. എങ്കിലും ഏട്ടനുമായിട്ടൊന്ന് പുറത്തു പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എനിക്ക് കടലൊന്ന് കാണണം. ആഹാ, അതിനെന്താ, നമുക്ക് ഇന്ന് തന്നെ പോകാലോ. പണ്ട് തൊട്ടേ കടൽ എന്നാൽ അത് കാണുന്നതും അവിടെ പോയി കുറച്ചു നേരം ഇരിക്കുന്നതും വല്ലാത്തൊരു അനുഭൂതി തന്നെയായിരുന്നു. ഇന്ന് ഏട്ടന്റെ കയ്യിൽ പിടിച്ച് അവിടെ ഒന്ന് നടക്കണം, തിരമാലകൾ അലയടിക്കുന്നത് കാണണം. ഞാൻ കടലിലേക്ക് നോക്കി നടക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള ആളുകളെ കാണുന്നുണ്ട്. അതിൽ കടല വിൽക്കുന്നവർ, കാമിതാക്കൾ, കുട്ടികൾ, അങ്ങനെ പലരും പല വഴിക്കായി അവരുടെ സന്തോഷങ്ങൾ കണ്ടെത്തുന്നു. ഓരോരുത്തർക്കും അവരുടേതായ സന്തോഷങ്ങൾ. ഞാൻ ഏട്ടന്റെ കയ്യിൽ മുറുകെ പിടിച്ച് കടലിലെ തിരമാലകൾ അലയടിക്കുന്ന ഒരു വക്കിലേക്ക് നടന്നു. അതിലൊരു വലിയ തിരമാല വന്ന് എൻ്റെ കാലുകൾ ഒന്ന് തലോടി തിരിച്ചുപോയി. എന്നിട്ടും ഞാൻ അടുത്ത തിരമാലയ്ക്കായി കാത്തിരുന്നു. ആ ഒരു തിരമാല എനിക്കും ഏട്ടനും ഒരുപോലെ തഴുകി തിരിച്ചുപോയി. ആ ഒരു നിമിഷം എൻ്റെ മുഖത്തൊരു പുഞ്ചിരി വന്നു. ഞാൻ ഏട്ടന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആ ഒരു തിരമാലയെ സാക്ഷിയാക്കി ഞങ്ങൾ രണ്ടുപേരും പ്രണയത്തിന്റെ മതിൽക്കെട്ടുകൾ ഇടിച്ചു തുറന്നിരുന്നു. അപ്പോൾ പെട്ടെന്നായിരുന്നു ആൾക്കൂട്ടത്തിനിടയിൽ ഒരു മുഖം ഞാൻ കാണുന്നത്. അതായിരുന്നു അഭിഷേക്. അയാളും അയാളുടെ ഭാര്യയും കുട്ടിയും ഉണ്ടായിരുന്നു. മുൻപ് അയാളെ ഞാൻ കാണുമ്പോൾ വെറുപ്പും ദേഷ്യവും എൻ്റെ മനസ്സിൽ കുമിഞ്ഞുകൂടിയിരുന്നു. പക്ഷെ ആ ദിവസം അയാളെ അവിടെ വെച്ച് കണ്ടപ്പോൾ ഞാൻ ഏട്ടന്റെ കൈകളെ ചേർത്ത് പിടിച്ച് അവിടേക്ക് നടന്നു. ഒരു പുഞ്ചിരിയോടെയും സ്നേഹത്തോടെയും അയാളോടും അയാളുടെ ഫാമിലിയോടും ഞാൻ സംസാരിച്ചു. അയാളുടെ കുഞ്ഞിനെ ഒരു നിമിഷം കൈകളിലെടുത്ത് ഞാൻ കൊഞ്ചിച്ചു. അഭിഷേക്, അതൊരു അധ്യായമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അധ്യായം. ഇന്ന് ഞാൻ അയാളോട് കടപ്പെട്ടിരിക്കുന്നു, നല്ലതേതാ ചീത്തേതാ എന്ന് മനസ്സിലാക്കാൻ ഒരു അവസരം തന്നതിൽ. ഈ ഒരു കൂടിക്കാഴ്ച ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല. എങ്കിലും ഇപ്പോൾ ഞാൻ അയാളോട് ഒരു നന്ദി പറഞ്ഞു. ശേഷം എൻ്റെ ആഗ്രഹം പോലെ ഏട്ടൻ്റെ കൈ പിടിച്ച് ആൾത്തിരക്ക് കുറഞ്ഞ വഴികളിലൂടെ ഞങ്ങൾ നടന്നു. നേരം ഇരുട്ടി തുടങ്ങിയപ്പോൾ മാനത്തെ നിലാവിനോടും തിരമാലകളോടും യാത്ര പറഞ്ഞ് ഏട്ടൻ്റെ ഒപ്പം ബൈക്കിന് പിന്നിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരു തണുത്ത കാറ്റിൻ്റെ മുഖത്തേക്ക് അടിച്ചു. മഴ പെയ്ത് കിടക്കുന്ന ആ റോഡിലൂടെ മഴയുടെ തണുപ്പും കാറ്റിൻ്റെ വേഗതയും ആസ്വദിച്ച് കുറച്ചു നേരം യാത്ര ചെയ്യുമ്പോൾ, അതും രാത്രി പൂർണ്ണമായ നിമിഷങ്ങളിൽ. പക്ഷേ ആ ഒരു യാത്രയുടെ പൂർണ്ണ അനുഭവങ്ങൾ ലഭിച്ചത് അത് അവസാനിച്ചപ്പോഴാണ്. വീട്ടിലെത്തി പൂർണ്ണമായും ശരീരവും മനസ്സും ഒരുപോലെ തണുത്ത ആ ഒരു നിമിഷം, അതിൽ ഒരു മനുഷ്യന്റെ ചൂടുകൂടി ഉണ്ടെങ്കിൽ ആ ഒരു യാത്ര പൂർണ്ണമാകുകയുള്ളൂ. സമയം അപ്പോഴേക്കും 1 മണിയായിരുന്നു. അമ്മ നല്ല ഉറക്കമായി. പുറത്തുനിന്നും ഭക്ഷണം കഴിച്ചതുകൊണ്ട് തന്നെ വിശപ്പ് തീരെയില്ലായിരുന്നു. ഞാനും ഏട്ടനും ഒരുമിച്ച് റൂമിനുള്ളിലേക്ക് കയറി. എന്തോ ആ ഒരു നിമിഷം ഒരു പ്രത്യേക അനുഭൂതി തരുന്ന ഒന്ന് തന്നെയായിരുന്നു. 2 തണുത്ത ശരീരങ്ങൾ തമ്മിൽ ചേർന്ന് പിടിച്ചപ്പോൾ ഒരു ചൂട് അനുഭവപ്പെട്ടു. അതെൻ്റെ മനസ്സിലും ശരീരത്തിലും പൂർണ്ണമായും പടർന്നു കയറി. ആ ഒരു സമയം ഞാൻ അറിയുന്നുണ്ടായിരുന്നു,
എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പൂർണ്ണമായ നിമിഷത്തെ.